അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമത്താണ്. അപ്പോൾ ഇന്നൊരു ഇലക്ട്രിക് വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് TVSൻ്റെ iQube ഇലക്ട്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനും റിവ്യൂവും ഒരു ബേസിക് റിവ്യൂ ആണ് ഇന്ന്. അപ്പോൾ ഇന്നെൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഓണായി വരുന്നത് ഇങ്ങനെയാണ്. ഓണായി വന്ന് നമ്മൾ വെൽക്കം iQube എന്നൊക്കെ കാണിക്കും. പക്ഷേ ഇതിനകത്ത് ഞാൻ കണ്ടൊരു വേറെ പ്രശ്നം എന്ന് വെച്ചാൽ കിൽ സ്വിച്ച് ഇല്ല. കണ്ടോ, വണ്ടിയെല്ലാം കൊണ്ടുവരുത്തി നമ്മൾ സാധാരണ ഇതുപോലെ എന്ത് സ്റ്റാർട്ടാവാത്ത ബ്രേക്കിൻ്റെ സെൻസർ ലൂസാണോ എന്നൊരു സംശയം. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ iQube ഇലക്ട്രിക്കാണ്. അപ്പോൾ ഇതിപ്പം 2024 മോഡൽ വേരിയൻ്റാണ്. 2024 മോഡൽ വേരിയൻറ്റ്. അപ്പോൾ ഇതിപ്പം iQubeൻ്റെ ബേസ് വേരിയൻ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പം 4 kW മോട്ടറും 3.5 kW അവറിൻ്റെ ബാറ്ററിയാണ് TVS ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ ഇതിനിപ്പോൾ 2 മോഡുണ്ട്, എക്കോ ഉണ്ട്, പവറും ഉണ്ട്. നമ്മൾ എക്കോ മോഡ് ഇട്ട് ഓട്ടിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 90-95 പ്ലസ് ആണ് മൈലേജ് വരുന്നത്. പവർ ഇടുവാണെങ്കിൽ ഒരു 60-65 പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ എക്കോ മോഡ് ഇട്ടുമ്പോൾ നമുക്ക് എക്കോയിൽ പോകാൻ പറ്റുന്ന മാക്സിമം ടോപ്പ് എൻ്റെ 53 km/h ആണ്. പിന്നെ പവറിൽ ഇട്ട് ഓട്ടിക്കുകയാണെങ്കിൽ അതൊരു 75 വരെ കയറ്റിയായിരുന്നു. 80 ആണ് കമ്പനി പറയുന്നത്. എനിക്കറിയില്ല 80 കയറുമെന്ന്. അത്രയും കുറേ നേരം എടുത്ത് 70 വരെ പെട്ടെന്ന് കയറി, 75 ഒരുവിധം പയ്യെ കയറി, പിന്നെ 80 ഒരുവിധം പയ്യെ കയറിയില്ല, പയ്യെ കയറുമായിരിക്കും. അപ്പോൾ വണ്ടിയുടെ കംഫോർട്ടിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഓടിച്ചത് വൺ ഓഫ് ദി ബെസ്റ്റ് കംഫോർട്ട് സീറ്റ്സാണ് ഇതിനുള്ളത്. വണ്ടി ഇത്തിരി ചെറുതാണ്. ഞാൻ 6 ഫുട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത്തിരി ചെറുതാണ് ഇരിക്കാനും. പെട്ടെന്ന് കയറി ഹാൻഡിൽ വളയ്ക്കണമെങ്കിൽ കാലിങ്ങനെ ഇവിടെ കയറി തട്ടാറുണ്ട്. കണ്ടോ, അതിപ്പോൾ ഞാൻ ഇത്തിരി കൂടെ ബാക്കിലോട്ട് കയറി ഇരിക്കണം. പക്ഷേ ബാക്കിലെ പില്ലിയനും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്കൊരു വിധം അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റൂ. അപ്പോൾ കംഫർട്ടിനെ കുറിച്ച് വേണമെങ്കിൽ ഒരുവിധം നല്ല കംഫർട്ടുണ്ട്. കുഴി വീടുന്നതൊക്കെ നല്ല രീതിയിൽ വണ്ടി താങ്ങി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, വണ്ടി സ്മൂത്തായിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഇതിൽ അകത്തുള്ള കപ്പാസിറ്റി, മറ്റേ സീറ്റിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റികളാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ്, നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് എത്ര സാധനങ്ങളും വേണമെങ്കിലും വെക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വേറെ കുറേ സാധനങ്ങളും എല്ലാം ഇരുന്നുണ്ട്, അത് കാണിച്ചില്ല. പിന്നെ ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പറയാനായിട്ടൊന്നുമില്ല. വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിന് മൈലേജ് ഉണ്ട്, ലുക്കും കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ ആകെ എനിക്ക് മിസ് ചെയ്തതെന്ന് വെച്ചാൽ കിൽ സ്വിച്ച് മാത്രം ഞാൻ ഇതിൽ കണ്ടില്ല. അതിപ്പോൾ സാധാരണ വണ്ടി അങ്ങ് ഓഫ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഓണർ. എനിക്ക് കിൽ സ്വിച്ച് ഉണ്ടല്ലോ, അതെന്തോ ഒരു വല്ലാത്തൊരു മിസ്സിങ് പോലെ തോന്നി. വേറെ ഒരു കുഴപ്പം എനിക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രമ്മുമാണ് വരുന്നത്. ബൈറ്റ് എങ്ങനെ ഇടുന്നു വെച്ചാൽ കുഴപ്പമില്ല. പിടിച്ചൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിൽക്കത്തുള്ളൂ. ഫ്രണ്ട് നല്ല ബൈറ്റാണ്, ബാക്ക് പക്ഷേ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് റൈറ്റ് എടുത്ത് കടപ്പാക്കട വഴി കരിക്കോടിലോട്ട് പോവാം. കൈ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യാം. പവർ മോഡിലിട്ടിട്ട് കൈ കൊടുത്തതിന് ചെറിയൊരു ലാഗുണ്ട് പവർ കയറാനായിട്ട്. പക്ഷേ കയറിക്കഴിഞ്ഞാൽ പിന്നെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ സ്പീഡ് കയറുമ്പോൾ എവിടുന്ന് യാതൊരു തരത്തിലുള്ള വൈബ്രേഷനോ സൗണ്ടോ ഒന്നുമില്ല. വണ്ടി സ്മൂത്തായിട്ടാണ് പവർ ഡെലിവർ ചെയ്യുന്നത്. പിന്നെ ഇതിന് ഡ്രൈവ് വന്നേക്കുന്നത് മോട്ടർ റിയർ മൗണ്ടഡ് ആണ്. അതായത് ബെൽ ഡ്രൈവോ ഇതുപോലെയല്ല, നമ്മൾ ചേതക്കിലേണ്ട അതേ രീതി തന്നെയാണ് ഇതിനും മോട്ടർ ടയറിലോട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരുവിധമല്ല, നല്ല വിസിബിലിറ്റി വരുന്നുണ്ട്. സ്ക്വയർ മിററും കൂടെ ആയതുകൊണ്ട് ഒരുവിധം നല്ല രീതിയിൽ വിസിബിലിറ്റി വരുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. വിസിബിലിറ്റിയിലൊന്നും നമുക്ക് ഇവിടെ നിന്ന് ഇറതെടുത്ത് പോകാം. അപ്പോൾ ഇതിൻ്റെ സർവീസ് ഇത്തിരി ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം മാറിക്കാണുന്നത്. ഇപ്പം വേറെ എവിടെ ഞാൻ അതിൻ്റെ ഒന്നും കേട്ടിട്ടില്ല. കൊല്ലത്ത് മാത്രമേ ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ.
വേറെ എവിടെ ഞാൻ ഈ സർവീസിനെ കുറിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും മാറിക്കണത് ഇപ്പോൾ 1 വർഷത്തോളമായല്ലോ. ഇപ്പോൾ എന്തായാലും ഒത്തിരി EV വെഹിക്കിൾസ് ഇറങ്ങുന്നുണ്ട്. TVSൻ്റെയും ഇറങ്ങുന്നുണ്ട്, എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഇറങ്ങുന്നുണ്ട്. ഇന്ന് നല്ല ട്രാഫിക് ഉണ്ട് കണ്ടോ. എന്തായാലും പാടുപെടും വണ്ടി ഓടിക്കാം. പിന്നെ ഇതിപ്പോൾ ഇലക്ട്രിക്കും കൂടെ ആയതുകൊണ്ട് നമ്മൾ സാധാരണ പെട്രോൾ വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്യുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് ഒന്നുമില്ല വലുതായിട്ട്, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ബ്രേക്കിങ്ങിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല കേട്ടോ. റിയർ ബ്രേക്ക് ഡ്രം ആയതുകൊണ്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട് പിടിച്ച പെട്ടെന്ന് കയറി അങ്ങ് ലോക്കാവുന്ന പോലെ, അതായത് ടയർ കയറിലൊക്കെ ബാക്ക് പോകുന്നൊരു ഫീൽ വരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് വലുതായിട്ട് പിടിക്കുന്നില്ല, ഒരു പേടിയാർക്കും. ഇങ്ങനെ കയറി പോലും ഇതിപ്പോൾ ഞാൻ വണ്ടിയിലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇങ്ങനെ ഓവർടേക്ക് തോന്നുന്നത്. ആരും ഇത് അനുകരിക്കരുത്. അയ്യോ, നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഫ്രണ്ട് ഇത് ഡെയിലി കോളേജിൽ, അതായത് ഇവിടുന്ന് കരിക്കോടിയിൽ നിന്ന് നമ്മളെ കരുനാഗപ്പള്ളിയിലുള്ള അമൃത കോളേജ് വരെ ഡെയിലി ഇത് യൂസ് ചെയ്യാറുണ്ട്. 10-30 കിലോമീറ്റർ എങ്ങാണ്ടാണ്, 30-40 വൺ സൈഡ്. അപ്പോൾ ഡെയിലി ഇത് പോയിട്ട് എന്നിട്ട് ഒരുവിധം ചാർജ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വേറെ കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനിപ്പോൾ മറ്റു വണ്ടികളെ പോലെയല്ല. മറ്റേതും മെനുവിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഏതുള്ള കേസാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ റിവേഴ്സിലോട്ടാവും. ഇതിന് പ്രത്യേക ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഒരു റിയർ സ്വിച്ച്. അതിൻ്റെ മേലായിട്ട് ഹസാഡും ഉണ്ട്. ഹസാഡാണെന്ന് തോന്നുന്നു, ഹസാഡ് തന്നെ. അപ്പോൾ അതിന് മേലായിട്ട് ഹസാഡ്, ഇവിടെ ഒരു പ്രത്യേക സ്വിച്ച് ഉണ്ട് P എന്നിരിക്കുന്നത്. അതിൽ നിൽക്കുമ്പോഴാണ് ഡയറക്റ്റ് റിവേഴ്സിലോട്ട് പോകുന്നത്. അപ്പോൾ റിവേഴ്സിൽ പോയിട്ട് പിന്നെ നമ്മൾ ഫോർവേഡിലോട്ട് ഡ്രൈവിലോട്ട് ഇടുകയാണെങ്കിൽ ചെറിയൊരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഇതിന് ചെറിയൊരു വലിവിലെന്തോ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഓണാക്കുമ്പോഴേക്കും ആ പ്രശ്നം മാറുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇതുവരെ റിവേഴ്സ് ഇട്ട് നോക്കിയില്ല. റിവേഴ്സിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. നമ്മൾ ബൈക്ക് കാലി വെച്ച് തന്നെ ബൈക്കിലോട്ട് നമ്മൾ മുടന്തിയെടുക്കും, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടി ബ്രേക്ക് ഇത്തിരി കോൺഫിഡൻസ് കുറവ് കേട്ടോ. എനിക്കൊന്ന് ഇതിൻ്റെ പാഡ് മാറാൻ സമയത്തായിരിക്കും സർവീസിന്. ഇനിയിപ്പം സെക്കൻഡ് സർവീസ് ആണെന്ന് തോന്നുന്നു, സെക്കൻഡോ തേർഡോ അങ്ങനെ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ വണ്ടി ശരിയാവുമെന്നാണ് പറഞ്ഞത്. നല്ല മണം കേട്ടോ, പപ്സിൻ്റെ ബജ്ജിയുടെ ആണെന്ന് തോന്നുന്നു, അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ ഇപ്പം തന്നെ പവർ ചെക്ക് ചെയ്യാന്ന് വെച്ചപ്പോൾ KSRTC ആയിരുന്നു. എവിടെയും ക്ലീൻ റോഡ് കിട്ടിയില്ല ഇത് എടുത്തതിന് ശേഷം. ആസാം വെച്ച് ജസ്റ്റ് ഒന്ന് പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തില്ല, ക്യാമറ മാത്രം ഹെൽമെറ്റ് വെച്ചിട്ട് പെട്ടെന്ന് നെക്കി ഇങ്ങനെ എടുത്ത. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിലിപ്പം വേണ്ട ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അതായത് നമുക്ക് മൊബൈലും നല്ല രസമുണ്ട് എൻ്റെ സൗണ്ട് കേൾക്ക്. അപ്പോൾ വേണ്ട ഇൻഫർമേഷൻ എല്ലാം ഇതിലുണ്ട്. നമുക്കിതിൽ മൊബൈലും കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഉണ്ട്. ഞാൻ അതൊന്നും നോക്കിയില്ല, അതിപ്പോൾ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെയല്ല, ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പറ്റും. പുതിയൊരു ഡിവൈസ് കണക്ട് ചെയ്യാൻ, അതായത് എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാൻ എൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല. പിന്നെ ഇതിപ്പോൾ 2024 മോഡലാണ്. അപ്പോൾ അന്ന് ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നത് 1,54,000 രൂപയായിരുന്നു. അപ്പോൾ 1,54,000 രൂപയ്ക്ക് ഇത് ലാഭമാണോ എന്ന് ചോദിച്ചാൽ, ഇതേ പ്രൈസ് റേഞ്ചിന് വേറെയും സ്കൂട്ടേഴ്സ് ഉണ്ട്, ഇതുമുണ്ട്. പക്ഷേ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഈ എക്കോയും പവർ മോഡും വരുന്നതും പിന്നെ ഒരുവിധം നല്ല കംഫോർട്ടും വരുന്നത് നല്ലൊരു ഫീച്ചറാണ്. ഞാൻ ചേതക്കിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചേതക്കിന് നമുക്ക് മറ്റേ എന്താ പറയുന്നത്, മറ്റേ പവർ മോഡ് അൺലോക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കണമില്ല, സബ്സ്ക്രിപ്ഷൻ പോലെ. അതൊരു പ്രശ്നം ഇതിൽ ഞാൻ കാണുന്നില്ല. ബേസ് വേരിയൻറ്റിൽ നിന്നാണ് പവർ കൊടുക്കാൻ ഉള്ളൊരിത് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പവർ മോഡിൻ്റെ ആവശ്യം എനിക്ക് ഇതുവരെ ആവശ്യം വന്നില്ല. ഏതെങ്കിലും ഒരു ബസ്സിന് ഓവർടേക്കാനോ അല്ലെങ്കിൽ ഒരു ഹെവി വെഹിക്കിളിന് ഓവർടേക്കാനോ നേരത്തെ മാത്രമേ എനിക്ക് പവറിൻ്റെ ആവശ്യം വന്നോളൂ. കണ്ടോ, കല്ലും താഴത്തെ ട്രാഫിക്കാണ്. എന്തിനാ ഇത്രയും ട്രാഫിക്കെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിപ്പം പണിയുടെ ആണെന്ന് മനസ്സിലായി. ഇതിപ്പോൾ അവിടെ ഓരോരുത്തരെ പിടിച്ചിർത്തി ട്രാഫിക് ഉണ്ടാക്കാനായിട്ട്.
ഞാൻ കുറ്റം പറഞ്ഞല്ല, ഞാനിതിപ്പം കുറേ കിടന്ന് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. എവിടെ പോകണമെങ്കിലും ഞാൻ ഒരു അരമണിക്കൂർ ഇവിടെ കളയണം വെറുതെ. ഇതിൻ്റെ പണി കഴിയുമ്പോഴേക്ക് ഈ ട്രാഫിക്കൊന്നും മാറിയാൽ മതി. ആരും ഇങ്ങനെ ഒന്നും എടുക്കരുത്. ഞാൻ കുറേ നേരമായിട്ട് ട്രാഫിക്കിൽ കിടന്ന് ഇരിക്കുമോ. ഇത് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് വണ്ടിയായിട്ട് ആ സമയത്തോട്ട് പോയപ്പോൾ ഇതാണ് കുറേ കിടന്നു. തിരിച്ച് വന്നപ്പോഴും ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞ് ഞാൻ വെറുത്തുപോയി. അപ്പോൾ വണ്ടി മെയിൻലി എങ്ങനത്തെ യൂസ് ആണെന്ന് വെച്ചാൽ നമുക്ക് സിറ്റി യൂസിനും ഡെയിലി കമ്മ്യൂട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഡെയിലി ഒരുവിധം മൈലേജും തരും. ഒരുവിധം നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതും കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിലൊന്നും കുഴപ്പമില്ല. അവിടുന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓവർടേക്കാൻ പറ്റും. അയ്യോ KSRTC എടുത്ത്. എന്തായാലും നമുക്ക് ഈ ട്രാഫിക്കിൽ ഇത് ഒന്നെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ ഞാൻ പോവാം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറേ നേരമായിട്ട് അയ്യോ ട്രാഫിക്കിൽ കിടക്കുവാണ്. ഹായ്, ഹാർലി ഡേവിഡ്സൺ DL രജിസ്ട്രേഷൻ ആണല്ലോ. അപ്പോൾ ഗൈസ് TVS iQube റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള വണ്ടികൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം. അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.